ഓണപ്പൂവേ പൂവേ. അപ്പു നില്ലോടെ ഒരു കാര്യം പറയാനാ. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങ് പൊക്കോളാം. നിനക്ക് ഗുണമുള്ള കാര്യം നിന്നെ ഇന്ന് എഴുന്നേക്കണായിരുന്നു. എടാ കഴുതേ, നീ എന്നെ കാണുമ്പോ എന്തിനാ ഇങ്ങനെ ഓടുന്നേ? പിന്നെ അണ്ണൻ ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ പാരയായിട്ടല്ലേ വരണത്. ഓണം വരെ കയ്യിലാണെങ്കിൽ ആൾ കാശില്ല. മാത്രമല്ല അണ്ണൻ ഞാൻ ഒരുപാട് പൈസ തരാറുണ്ട്. എടാ നിനക്കൊരു കോളും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. അയ്യോ, ആ കോള് നീ ഏറ്റെടുക്കാമെങ്കിൽ എനിക്ക് തരാനുള്ള കാശും തരാം. നിനക്ക് ഇക്കൊല്ലത്തെ ഓണവും പൊടി പൊടിക്കാം. ശരി. അണ്ണൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരു മൂച്ച റീഡിയും കൊണ്ടല്ലേ അണ്ണ ഇങ്ങോട്ട് വരുന്നത്. ഓണമല്ലേ, കിട്ടുന്നത് വാങ്ങാം. അത് പോട്ടെ, എന്തൊരു പണിയണ്ണ? ആ പണിയുടെ പേരാണ് ഗൈഡ്. ഗൈഡാ? അതെന്തരണ്ണ? എടാ വിദേശത്ത് നിന്ന് ആളുകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ച് എല്ലാം വിവരിച്ചു കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിക്കും. അതാണ് ജോലി. എന്താണ് ഉറക്കം തോന്നുന്നത്? അണ്ണ എനിക്ക് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഓരോ പണിയെ എനിക്കാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു അക്ഷരം പോലും അറിഞ്ഞുകൂടാ. സായിപ്പിൻ്റെ അടി വാങ്ങിച്ച് തന്നിട്ടേ ഉള്ളൂ. എടാ നിനക്ക് അക്ഷരം അറിഞ്ഞൂടെന്ന് എനിക്കറിയാം. എന്നാലും നിനക്ക് കുഴപ്പം ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് വിദേശിയെ മലയാളിയാക്കിയിരിക്കുന്നത്. മലയാളി വിദേശിയാ? അതെന്തോന്ന് വിദേശിയെണ്ണ? എടാ അതൊക്കെ ഉണ്ടടാ. നാളെ മണക്കണ സോപ്പിട്ട് കുളിച്ച് നല്ല വൃത്തിയായ തുണികളൊക്കെ ധരിച്ച് ഹോട്ടലിലേക്ക് വരണം. ബാക്കിയൊക്കെ ഞാൻ അവിടെ വെച്ച് പറയാം. കേട്ടല്ലോ? വന്നില്ലെങ്കിലാണ് ഒരുത്തനെ നന്നാക്കാന്ന് വിചാരിക്കുമ്പോ നന്നാവണം. എടാ അപ്പു, നീ നല്ല പണിയാ കാണിച്ചേ. നീ ഹോട്ടലിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് വരാത്തത് അതുകൊണ്ട് തന്നെയാ ഞാൻ വന്നത്. വരാൻ പറ്റിയില്ല. ഇത് നിന്റെ ഭാഗ്യമാണ്, മനസ്സിലായോ? എടാ സാധാരണഗതിയിൽ ഒരു ഗൈഡെന്ന് വെച്ചാൽ ടൈയും കോട്ടും ധരിച്ച് സ്മാർട്ടായിട്ടുള്ളവരെ മാത്രമേ വിളിക്കാറുള്ളൂ. പിന്നെ ഇതൊരു അത്ഭുതം. നിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മനസ്സിലായോ? ഇതാ നീ ഈ ബോർഡും പിടിച്ച് വിമാനത്താവളത്തിൽ ചെന്ന് നിൽക്കണം. ആ പുള്ളിക്കാരൻ ഈ ബോർഡ് കണ്ട് നിന്നെ മനസ്സിലാക്കിക്കൊള്ളും. ഒരു കാറും കൂടെ നീ പിടിച്ചോളണം. അത് നിന്റെ ഇഷ്ടം പോലെ. ഏറ്റല്ലോ? Clear the cargo immediately and report back to me. I'll see to it. Okay. Hello, Dr. Gautam. Hello. What a pleasant surprise. ഈ ഓണം കേരളത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഹലോ സർ. ഹായ് നജീബ്. ഡോക്ടർ ഗൗതം FRCS. അമേരിക്കയിൽ ജനിച്ചു വളർന്ന മലയാളി. ആദ്യമായി ഓണം ആഘോഷിക്കാൻ കേരളത്തിലെത്തിയിരിക്കുക. മീറ്റ് മിസ്റ്റർ നജീബ്, ഡ്യൂട്ടി ഓഫീസർ. ഹലോ. ഹലോ. നൈസ് ടു മീറ്റ് യു. ഡോക്ടറുടെ ഫാമിലി വന്നില്ലേ? നോ, ഐ ആം സോറി. ഞാൻ ഇപ്പോഴും ബാച്ചിലറാണ്. He's a chronic bachelor. Oh, they are waiting for you. Oh yes. Please come. അപ്പു അല്ലേ?
ആട്ടെ, നമുക്ക് എപ്പോഴാ ഓണക്കാഴ്ചകൾ കാണേണ്ടത്? ഡോക്ടറുടെ ഇഷ്ടം പോലെ എപ്പോ വേണോ ആകാം. എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ പോകാം. സാർ എപ്പ റെഡി? അപ്പൊ ഞങ്ങൾ റെഡി. ഓക്കേ. ഓടിവരുന്നേ ഓണക്കാറ്റോടി വരുന്നേ, ഓടിവരുന്നേ ഓണക്കിളി പാടി വരുന്നേ, മാവേലിപ്പടയെത്തുന്നേ, പൂത്തുമ്പികൾ മൂളി വരുന്നേ, ഓടി നടന്നോതുന്നുണ്ടേ, എവിടെല്ലാം ഓണം വന്നേ, എവിടെല്ലാം ഓണം വന്നേ. ഓണക്കാറ്റോടി വരുന്നേ, ഓടി വരുന്നേ ഓണക്കിളി പാടി വരുന്നേ, മാവേലിപ്പടയെത്തുന്നേ, പൂത്തുമ്പികൾ മൂളി വരുന്നേ, ഓടി നടന്നോതുന്നുണ്ടേ, എവിടെല്ലാം ഓണം വന്നേ, എവിടെല്ലാം ഓണം വന്നേ. നേരം പോയി ഓണക്കിളി മുട്ടി വിളിച്ചേ, ഞാനിനിയും ഒരുങ്ങിയതില്ല. നേരം പോയി ഓണക്കിളി മുട്ടി വിളിച്ചേ, ഞാനിനിയും ഒരുങ്ങിയതില്ല. കോടിയുടുത്തു ഞാലാടാനോണ പന്താടി മതിക്കാൻ പോരുന്നുണ്ടോ, നീ പോരുന്നുണ്ടോ? ഓടി വരുന്നേ ഓണക്കാറ്റോടി വരുന്നേ, ഓടി വരുന്നേ ഓണക്കിളി പാടി വരുന്നേ, മാവേലിപ്പടയെത്തുന്നേ, പൂത്തുമ്പികൾ മൂളി വരുന്നേ, ഓടി നടന്നാതുന്നുണ്ടേ, എവിടെല്ലാം ഓണം വന്നേ, എവിടെല്ലാം ഓണം വന്നേ. തുള്ളാനൊരു കളമിട്ടില്ലേ, തുമ്പിച്ചങ്ങാതികളെത്തി, അത്തം തൊട്ടെല്ലാം കൂട്ടാൻ നാൾ പത്തും പോരേ പോരാ. തുള്ളാനൊരു കളമിട്ടില്ലേ, തുമ്പിച്ചങ്ങാതികളെത്തി, അത്തം തൊട്ടെല്ലാം കൂട്ടാൻ നാൾ പത്തും പോരേ പോരാ. ഓണപ്പൂ കൂടെയെടുത്തേ, ഓണവില്ലു മൂളിയടുത്തേ, ഓണം കേറാൻ വേണ്ടി നീ ഓണച്ചാറ്റോറിയടുത്തേ.
വാക്കുകളൊന്നും മൂളാത്തവരെല്ലാം വൈകി മാവേലി പാട്ടുകളൊന്നിൽ കൂടുന്നുണ്ടോ? എന്തു പറ്റി സാർ? ഇത്രയും ഭംഗിയായി ഓണാഘോഷിച്ചിട്ടും എന്തോ ഒരു ദുഃഖം മറഞ്ഞെടുക്കുന്നു. എനിക്ക് ആ കുട്ടികളെ മറക്കാൻ കഴിയുന്നില്ല. സർ, ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കണം സർ. ഒരു ലോട്ടറി ടിക്കറ്റ്. ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്യും? രാവിലെ അമ്പലത്തിൽ ചെരുപ്പ് സൂക്ഷിക്കൽ, വൈകുന്നേരം അന്തിപത്രം വിൽപ്പന, ബാക്കിയുള്ള നേരം ലോട്ടറി ടിക്കറ്റ് വിൽപ്പന. എവിടെയാ നിങ്ങളുടെ വീട്? കുറച്ചങ്ങോട്ട് നടക്കണം. ആട്ടെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രം. അമ്മയ്ക്ക് എന്താ ജോലി? അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് സാർ. ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കണം സാർ. ഇതാ. ബാക്കി തരാൻ ഇന്നൊരു ലോട്ടറിയും വിട്ടില്ല സാർ. എനിക്ക് ബാക്കിയും വേണ്ട, ലോട്ടറിയും വേണ്ട. ഈ രൂപ കൊണ്ടുപോയി അമ്മയ്ക്ക് മരുന്ന് വാങ്ങി. എങ്കിൽ ഞങ്ങൾക്ക് കാശ് വേണ്ട സാർ. ഞങ്ങൾ ഭിക്ഷക്കാരല്ല. അച്ഛൻ മരിക്കണേന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മരിക്കേണ്ടി വന്നാലും ഭിക്ഷ എടുക്കരുതെന്ന്. സാർ, ആ കാശ് തിരികെ മേടിക്കണം സാർ. ഒരു മുളവിൻ്റെ അത്രയല്ലേ ഉള്ളൂ. എന്നിട്ടും അവളെ വാചകം കേട്ടില്ലേ? കിട്ടിയത് മാഞ്ചോണ്ട് പോകാതെ. അല്ലേ സാർ? ഞാൻ ഈ അങ്കിൾ ഒരു ഡോക്ടറാണ്. അമ്മയ്ക്ക് എന്താണ് അസുഖം നോക്കാം. ഇതാ സാർ കാശ്. അമ്മ വീട്ടിൽ തന്നെയാ കിടക്കുന്നത്. ആശുപത്രി കൊണ്ടുപോയി. പക്ഷെ അവിടെ നിന്ന് കുറിച്ചു തന്ന മരുന്ന് വാങ്ങാനുള്ള കാശ് ഇതുവരെ ആയിട്ടില്ല. ശരി, വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. സാറേ, ഈ പരിചയമില്ലാത്ത പിള്ളേരെ കാറി കയറ്റി കൊണ്ടുപോയാലേ വകുപ്പ് മാറും. വരൂ, വാ. അമ്മേ, അമ്മയുടെ അസുഖം പരിശോധിക്കാൻ വന്ന ഡോക്ടറാണ് ഈ മാമൻ. വേണ്ട, കിടന്നോളൂ. ആശുപത്രിയിൽ നിന്ന് കുറിച്ചെന്ന മരുന്നിന്റെ കുറിപ്പ് കൊണ്ടുവരൂ. ആ പേനയും പേപ്പറും തന്നെ. ഈ മരുന്ന് മുഴുവൻ വാങ്ങിക്കണം. കുട്ടികൾക്ക് ഉടുപ്പും. പിന്നെ ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് വേഗം വാ. അത് തന്നെ സാറേ, ഇങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? വല്ല 10, 100, 200 കൊടുത്തു വിടണം. ഓ ശരി. ഓ
കുട്ടികളുടെ അച്ഛൻ കഴിഞ്ഞ വർഷം നടന്ന വർഗീയ ലഹളയിലെ രക്തസാക്ഷികൾ ഒരാളായിരുന്നു ആ മനുഷ്യൻ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനായിരുന്നു. നിനക്ക് കളിക്കാൻ കൂട്ടുകാരൊന്നുമില്ലേ? സാർ ശരി സാർ. അമ്മേ, മിടുക്കൻ. ഞങ്ങൾ ഇറങ്ങുന്നു. നാളെ ഞാൻ അമേരിക്കയ്ക്ക് പോകും. കുട്ടികളെ ഇനി ജോലിക്ക് അയക്കരുത്. അവർക്ക് പഠിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം. എപ്പോഴും സഹായത്തിനായി അപ്പുവും രാജുവും ഇവിടെ ഉണ്ടാകും. അസുഖം ഭേദമായാൽ എനിക്ക് പണിക്ക് പോകാമായിരുന്നു. പേടിക്കണ്ട, ഈ മരുന്നുകൾ തെറ്റാതെ കഴിച്ചാൽ മതി. അസുഖം വേഗം മാറും. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നല്ല ഉടുപ്പാ. എത്ര വില കൂടി തുണികളാ ഇതൊക്കെ? അമ്മേ, ഞങ്ങള് പോയപ്പോ ഞങ്ങളുടെ പൂക്കളങ്ങാട മാവേലി വന്നിരുന്നോ? വന്നിരുന്നു മക്കളെ. നമ്മുടെ വീട്ടിൽ ആദ്യമായി മനുഷ്യരൂപത്തിലല്ല, നന്മയുടെ രൂപത്തിൽ നിങ്ങളോടൊപ്പം വന്ന ഡോക്ടറിലൂടെ. Thank you.